കുറച്ച് പ്രാക്ടിക്കൽ ടെക്നിക്സ് പറയാം. അതായത് ഡിമെൻഷ്യ റിസ്ക് റിഡക്ഷനിൽ നിന്ന് ദിവസേനയുള്ള മെമ്മറി എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് പറയാം. ഇതെല്ലാം നമ്മൾ എവിഡൻസ് വെച്ച് പ്രൂവൻ ചെയ്തിട്ടുള്ള ചില മെത്തേഡ്സ് ആണ്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്, ലുക്ക്, സേ, കണക്ട് എന്നാണ്. ഒരു കാര്യം ഓർമ്മിക്കണമെങ്കിൽ ആദ്യം ഒരു നിമിഷം നിർത്തുക, സ്റ്റോപ്പ്, മറ്റുള്ള കാര്യങ്ങളെ നിർത്തുക എന്നുള്ളതാണ്. ലുക്ക്, വസ്തുവിലേക്കോ ആ വ്യക്തിയിലേക്കോ ശ്രദ്ധിക്കുക. സേ, വിവരം മനസ്സിലല്ലെങ്കിൽ ശബ്ദത്തിൽ അത് പറയുക. കണക്ട്, അറിയാവുന്ന മറ്റൊരു കാര്യവുമായി ബന്ധിപ്പിക്കാനായിട്ട് നോക്കുക. ഉദാഹരണത്തിന്, കാർ കീ കിച്ചൺ കൗണ്ടറിൽ വെക്കുമ്പോൾ ഫോൺ നോക്കിക്കൊണ്ട് വെക്കരുത്. ഒരു നിമിഷം കീയിലേക്ക് നോക്കി ഞാൻ കാർ കീ ചുവന്ന ഫ്രൂട്ട് ബൗളിൽ അകത്താണ് വെക്കുന്നതെന്ന് പറയുക. അങ്ങനെ വിഷ്വൽ ഡീറ്റെയിലും വെർബൽ ഇൻഫർമേഷനും ചേർന്ന് കഴിഞ്ഞാൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി അത് എളുപ്പവും. രണ്ടാമത്തെ പേരുകൾ ഓർക്കാനുള്ള FACE മെത്തേഡാണ്. ഒരു വ്യക്തിയുടെ പേര് ഓർക്കാൻ ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. അതാണ് FACE. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്, പരിചയപ്പെടുമ്പോൾ അവരുടെ മുഖത്തും പേരിലും ശ്രദ്ധിക്കുക. രണ്ടാമത് A, ആസ്ക്, പേര് വ്യക്തമായി കേട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക. ക്ഷമിക്കണം, പേര് ഒരിക്കൽ കൂടി പറയാമോ എന്ന് ചോദിക്കുക. C എന്ന് പറയുമ്പം കണക്ട്, ആ പേരിനെ അറിയാവുന്ന വ്യക്തിയുമായിട്ടോ ചിത്രവുമായിട്ടോ ബന്ധിപ്പിക്കുക. E എന്ന് പറഞ്ഞാൽ എക്കോ. എക്കോ എന്ന് പറഞ്ഞാൽ സംഭാഷണത്തിൽ സ്വാഭാവികമായിട്ട് പേര് വീണ്ടും ഉപയോഗിക്കുക. സന്തോഷ്, അനിൽ, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അനിൽ എവിടെ നിന്നാണ് വരുന്നത്? ഇങ്ങനെ പേരെടുത്ത് പറയാം. ഒരു മണിക്കൂറിനുള്ളിൽ പേര് മനസ്സിൽ റീകോൾ ചെയ്യുക, വീണ്ടും ഓർക്കുക. രാത്രി വീണ്ടും ആ പേര് ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഇതോടെ റിട്രീവൽ പാത്വേ ശക്തമായിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് പേരുകൾ ഓർത്തെടുക്കാനായിട്ട് പറ്റും. മൂന്നാമതായി, പുസ്തകത്തിലെ ഒരേ പാരഗ്രാഫ് 5 തവണ വായിക്കുന്നത് പഠിച്ചതുപോലെ തോന്നിക്കും. കാരണം അത് പരിചിതമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഫെമിലാരിറ്റിയും റീകോളും ഒരുപോലെ അല്ല. ഒരു പേജ് വായിച്ചതിന് ശേഷം പുസ്തകം അടയ്ക്കുക. ഇതിൽ പറഞ്ഞ പ്രധാന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ സ്വയം ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുക. തെറ്റിയാൽ പുസ്തകം തുറന്ന് വീണ്ടും പരിശോധിക്കുക. ഇങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഫ്ലാഷ് കാർഡൊക്കെ ഈ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഫ്ലാഷ് കാർഡിലും ആ 3 പോയിന്റുകൾ മാത്രമേ കാണുള്ളൂ. അത് വെച്ച് നമ്മൾ ഓർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ ദീർഘകാല റിട്ടൻഷൻ മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു കാര്യം പ്രൂവൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ റിട്രീവൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. ഇപ്പോൾ ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അല്പം പ്രയാസം തോന്നുന്നത് നമ്മുടെ തോൽവിയല്ല, ആ മെന്റൽ എഫേർട്ട് തന്നെയാണ് ലേണിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ നമ്മൾ കണ്ണടച്ചത് പ്രാക്ടീസ് ചെയ്യാം. ഇനി നാലാമത്തെ ടെക്നിക്ക്, ഇതിന് നമ്മൾ സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. ഒരു ദിവസം നമ്മൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ചു, അടുത്ത ദിവസം എക്സാമിൽ അതെല്ലാം എഴുതി. ഇനി നമ്മൾ വിളിക്കുന്നത് ക്രാമിംഗ് എന്നാണ്. എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ അത് വലിയൊരു ഭാഗവും നമ്മൾ മറന്നുപോകും. അതിന് പകരം പഠിച്ചതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. ഒരു ലളിതമായിട്ടുള്ള ഷെഡ്യൂൾ, അതായത് പഠിച്ച ഉടനെ ഒരു പെട്ടെന്ന് ഓർക്കുക, അടുത്ത ദിവസം അത് വീണ്ടും ഓർക്കുക, മൂന്നാമത്തെ ദിവസം വീണ്ടും ഓർക്കാനായിട്ട് ശ്രമിക്കുക, 7ാമത്തെ ദിവസവും 14ാമത്തെ ദിവസവും അത് വീണ്ടും നോക്കുക, 30ാമത്തെ ദിവസം ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിലായി കഴിഞ്ഞു. അപ്പോൾ വായിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഓർമ്മയിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഈ ആക്റ്റീവ് റീകോളും ഈ സ്പേസിങ്ങും ഒരുമിച്ച് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി വളരെയധികം ശക്തമാവും. 5ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചങ്കിങ് മെത്തേഡ് എന്നുള്ളതാണ്. ചങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ഓർത്തെടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലേക്ക് ഒരേ സമയം കുറേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്, പരിമിതമാണ്. അപ്പോൾ അതിനാൽ എന്ത് ചെയ്യും? വലിയ ഇൻഫർമേഷനെ നമ്മൾ ചെറിയ ഗ്രൂപ്പുകളായിട്ട് മാറ്റുക. ഉദാഹരണത്തിന് നമ്മളൊരു 19472026 എന്ന ഒരു നമ്പർ നമ്മൾ ഓർക്കണമെങ്കിൽ ആദ്യം 1947 എന്ന് ഓർക്കുക, പിന്നെ 2026 എന്നുള്ള ഓർക്കുക, എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ അത് ഓർക്കും. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മൾ ഒരു 3 വെച്ച് ഓർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് ടെക്നിക് 6 ആണ്. ടെക്നിക് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡാണ്. അതായത് തലച്ചോറിന് ഒരു ഡ്രൈ ഇൻഫർമേഷനേക്കാളും നമ്മൾ പടങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കാൻ വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ടാണ് വരച്ച് പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ പാല്, പഴം, സോപ്പ്, അംബ്രല്ല, ബുക്ക്, ഇത് ഓർക്കണമെങ്കിൽ വളരെ പ്രയാസമാണ് അല്ലേ? കാണാതെ പഠിക്കാനും പ്രയാസമാണ്, ഇത് ഓർക്കാൻ പ്രയാസമാണ്. ഒരു വിചിത്രമായ ഒരു കഥ നമുക്ക് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു വലിയ മിൽക്ക് റിവർ ഒഴുകി വരുന്നു. അതിലൂടെ ഒരു ബനാന ബോട്ട് സഞ്ചരിക്കുന്നു. ബോട്ടിൽ ഒരു വലിയ സോപ്പ് ഉണ്ട്, അത് നൃത്തം ചെയ്യുന്നു. സോപ്പിന് ഒരു അംബ്രല്ല ഉണ്ട്. അംബ്രയിൽ നിന്ന് ബുക്സ് മഴ പോലെ താഴോട്ട് വീഴുന്നു. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കാനായിട്ട് പറ്റും. ഇത് വളരെ എഫക്റ്റീവാണ് കുട്ടികൾക്ക്. അടുത്തൊരു ടെക്നിക്കിന്റെ പേരാണ് മെമ്മറി പാലസ്. അതായത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ വീട് എന്ന് കരുതിക്കോ. അതിൽ പല ലൊക്കേഷൻസും മനസ്സിൽ കാണുക. ഫ്രണ്ടിലുള്ള ഡോറ്, സോഫ, ടെലിവിഷൻ, ഡൈനിങ് ടേബിൾ, കിച്ചൺ, അതുപോലെ ബെഡ്. ഇനി ഓർമ്മിക്കേണ്ട ഓരോ കാര്യത്തിനെയും നമ്മൾ ലൊക്കേഷനുമായിട്ട് ബന്ധിപ്പിക്കുക. ആ ലൊക്കേഷൻ ഇരിക്കുന്നതായിട്ട് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലൂടെ അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഒത്തിരി കാര്യങ്ങൾ ഓർക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കുക, ക്യാരറ്റ്, കുക്കുംബറും
വിയുടെ അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാങ്ങിക്കേണ്ട മറ്റു 3 സാധനങ്ങൾ കിച്ചണിലിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഓർക്കാൻ വളരെ ഈസിയാണെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും ഈസിയുള്ള കാര്യമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ എളുപ്പമായിട്ട് തോന്നാം, പക്ഷേ 6ാം ക്ലാസ്സിലെ കുട്ടി അതേ ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചെറുപ്പമുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഓർക്കാൻ വളരെ ഈസിയാണ്. അവരുടെ വാക്കുകൾ അവർ പറയുകയാണ്, മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് ശ്രമിക്കുകയാണ്. ആരുമില്ലെങ്കിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് 2 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ വോയിസ് നോട്ട് ചെയ്യുക. അത് മതി ഓർക്കാൻ. എക്സ്പ്ലനേഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ അറിവിലെ ഗ്യാപ്സ് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. അത് വീണ്ടും നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റും. അടുത്ത ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഴുതുക എന്നുള്ളതാണ്. എല്ലാം നമ്മൾ തലച്ചോറിനുള്ളിൽ മാത്രം സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടില്ല. നമുക്ക് പലതും എഴുതി വെക്കാം. അത് എഴുതി വെക്കുന്ന ഒരു തെറ്റായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എഴുതി പഠിക്കാം, അതും നല്ലതാണ്. അത് ബുദ്ധി കുറവുള്ളത് കൊണ്ടല്ല, അത് കൊഗ്നിറ്റീവ് ലോഡിനെ നമ്മൾ ശരിയായി മാനേജ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. ഇപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എഴുതി വെച്ച് അത് നോക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാരണം ആ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് എഴുതി വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ പരാജയമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്. രാത്രിയിൽ അടുത്ത ദിവസത്തെ ഒരു പ്രധാന 3 കാര്യങ്ങൾ എഴുതി വെക്കുന്നത് നല്ലത് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ സോഷ്യൽ മീഡിയ തുറക്കുന്നതിന് മുമ്പ് ഈ 3 ടാസ്കുകൾ നോക്കി അത് ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത 10ാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ബ്ലോക്കാണ്. 25 മിനിറ്റിൽ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഫോണെല്ലാം മാറ്റി വയ്ക്കുക, നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓഫ് ചെയ്യുക, ഫോൺ വേറൊരു മുറി പറ്റുമെങ്കിൽ വെക്കുക. 25 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ സമയത്ത് ഒരു കാര്യം മാത്രം നോക്കുക, ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ 2 മണിക്കൂർ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ റീകോൾ ചെയ്യുക, കണ്ണടച്ച് ആലോചിക്കുക. നമ്മൾ പഠിച്ച കാര്യം കുറച്ചും കൂടെ നല്ലവണ്ണം നിങ്ങൾ ഓർക്കുന്നതായിട്ട് കാണാം. ഇവിടെ ക്രോസ് വേർഡ് ചെയ്യുന്നത് നല്ലതാണ്. അതും നമ്മുടെ മെന്റൽ ആക്ടിവിറ്റി കൂട്ടും. ക്രോസ് വേർഡ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ക്രോസ് വേർഡ് അറിയാലോ, ഓരോരോ വാക്കുകൾ എഴുതി ഇങ്ങനെ ഫില്ല് ചെയ്ത് വരും. ഒരു പസിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം. ഒരു ഓർക്കസ്ട്ര പോലെയാണ്. ഉറക്കം വേണം, അതുപോലെ നല്ല ആഹാരം വേണം, നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ സംഗീതം മനോഹരമാവുകയുള്ളൂ. അപ്പോൾ എല്ലാം ഒരുമിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു അല്ലേ? ഇതെല്ലാം കേട്ടിട്ട് നാളെ മുതൽ എല്ലാം ചെയ്യാമെന്ന് ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 30 ദിവസത്തെ ഒരു പ്ലാൻ ഞാൻ നൽകാം. ആദ്യത്തെ ആഴ്ച നമ്മൾ നടക്കാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുക, ഷുഗർ നോക്കുക, കൊളസ്ട്രോൾ നോക്കുക, എല്ലാം കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. കൺട്രോൾ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് അത് കൺട്രോൾ ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, നടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രെയിനിന്. തുടർച്ചയായിട്ട് എവിടെയും ഇരിക്കരുത്. 2 ദിവസമെങ്കിലും നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക എന്നുള്ളതാണ്. 2ാമത്തെ ആഴ്ച നമ്മൾ ഉറക്കം ശരിയാക്കാനായിട്ട് നോക്കുക. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ബെഡ് ടൈം കൊണ്ടുവരിക, സ്ഥിരമായിട്ടുള്ള ഒരു വേക്കപ്പ് ടൈം കൊണ്ടുവരിക. ഉണരുന്ന സമയം വൈകുന്നേരത്തിന് ശേഷം കാപ്പി ചായ ഒഴിവാക്കുക. കിടക്കുന്നതിന് മുമ്പ് ഒത്തിരി ആഹാരം കഴിക്കുന്ന ഒഴിവാക്കുക. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മൊബൈൽ ഒഴിവാക്കുക. അതുപോലെ കൂർക്കമ്പലി ഒത്തിരി ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ആഴ്ച 3ാമത്തെ ആഴ്ച നമ്മൾ ആഹാരത്തിനെ കറക്റ്റ് ചെയ്യുക. ദിവസവും കുറഞ്ഞത് 2 മീൽസിലും വെജിറ്റബിൾ ഉൾപ്പെടുത്തുക. 3 നേരം കഴിക്കാൻ പറ്റിയ നല്ലത്. പഞ്ചസാര, ഡീപ്പായിട്ടുള്ള പൊരിച്ച സാധനം, പാക്കറ്റ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം. നട്ട്സ് ഉൾപ്പെടുത്തണം, സീഡ്സ് ഉൾപ്പെടുത്തണം. 4ാമത്തെ ആഴ്ച നിങ്ങളൊരു പുതിയ വിഷയം തിരഞ്ഞെടുക്കണം, അത് പഠിച്ചു തുടങ്ങണം. ദിവസവും 15 മിനിറ്റ് അത് പഠിക്കുക. പഠിച്ചതിന് ശേഷം പുസ്തകം അടച്ച് നമ്മൾ റീകോൾ ചെയ്യാൻ നോക്കുക. ഡേ 1 അത് റീകോൾ ചെയ്യുക, ഡേ 3 അത് റീകോൾ ചെയ്യുക, ഡേ 7 നമ്മുടെ സ്പേസ്ഡ് റിപ്പറ്റീഷൻ ചെയ്യുക. മറ്റുള്ള പഠിപ്പിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്.